ബുല്ല, നിനക്ക് വയറ് വേദനയാവുന്നുണ്ടോ? എനിക്ക് ആ കല്യാണത്തിന് പോയി തിരിച്ചു വന്നപ്പോഴേ വയറ് വല്ലാതെ വയ്യ. നിനക്കെങ്ങനെയാ ഇപ്പോൾ ഉള്ളത്? എനിക്കെന്തോ പോലെ ആവുന്നു, തലകറങ്ങുമോ? ശരിയാ ടിങ്കു, എനിക്കില്ലേ ഈ വയറിൻ്റെ ഈ വലത്തേ സൈഡിൽ നിന്നാണ് വേദനയാവുന്നത്. ഞാനാണെ കുറേ ചിക്കൻ വാരി വലിച്ച് തിന്നുകയും ചെയ്തു. ചിക്കനാണാവോ നമുക്ക് പ്രശ്നം ഉണ്ടാക്കി തന്നത്? എനിക്ക് പേടിയാവുന്നു. അമ്മയോടിപ്പോൾ എന്താ പറയുക? അതേ ബുല്ല, നമ്മൾ പറയാത്ത കല്യാണത്തിനാ പോയി തിന്നത്. അതാവും നമുക്ക് ഇങ്ങനെ സംഭവിച്ചത്. എനിക്ക് പേടിയാവുന്നു. അമ്മ ഇതറിഞ്ഞാൽ നമ്മളെ കൊല്ലും, ഉറപ്പാ. ഇനി വീട്ടിലേക്ക് പോയിട്ട് കാര്യമില്ല എന്നാ തോന്നുന്നത്. നമ്മളുടെ ജീവൻ ഇപ്പോഴേ ആപത്തില്ല. എനിക്ക് പേടിയാവുന്നേ, നീയും കൂടി ഇങ്ങനെ പറയല്ലേ. അല്ലെങ്കിൽ തന്നെ വിളിക്കാതെ പോയ കല്യാണത്തിന് പോയ സങ്കടത്തില്ല. അതിൻ്റെ കൂടെയാണ് ഈ വയറുവേദനയും കൂടെ. രണ്ടുപേർക്കും കൂടെ വയറുവേദനയാന്ന് പറഞ്ഞാൽ അമ്മ നമ്മളെ എടുത്തിട്ട് പൊരിക്കും. എനിക്ക് അതിൻ്റെ ബാക്കി പേടിയാവുന്നു. പിന്നെ വൈകുന്നേരം അച്ഛൻ്റെ തല്ലും കൂടെ. എനിക്ക് വയ്യ. ഞാനിപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ? എനിക്ക് പേടിയാവുന്നടി. നമുക്ക് ചിങ്കാപ്പൂൻ്റെ വീട്ടിലേക്ക് പോയാലോ? അതിന് ചിങ്കാപ്പൂൻ്റെ ഡാഡിയും നമ്മുടെ അച്ഛനും തമ്മിൽ നല്ല പരിചയമാണ്. അപ്പോൾ ചിങ്കാപ്പൂൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കൂടെ കിട്ടണോ? നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് പേടിയാവുന്നടി. നമ്മളിപ്പോൾ വൈകിടാവോ? ഒന്നാമതേ ഇരുടായിരിക്കുക. നമ്മളിപ്പോൾ വീട്ടിലെത്തും കൂടെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എനിക്ക് പേടിയാവുന്നു. എടി, നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് വയറുവേദന എന്ന് പറഞ്ഞാൽ അമ്മയുടെ വയക്കൊന്നും കിട്ടത്തില്ലായിരിക്കും. എന്തായാലും നമ്മൾ അമ്മയുടെ അച്ഛൻ്റെ പൊന്നു മക്കളല്ലേ, 2 മക്കളല്ലേ ഉള്ളൂ. അപ്പോൾ സ്നേഹം ഉണ്ടാവാതിരിക്കില്ലല്ലോ. നമുക്ക് വീട്ടിലേക്ക് തന്നെ പോകാം. ശരിയാ. പക്ഷെങ്കിൽ നമ്മൾ കല്യാണത്തിന് പോയത് ആരും കണ്ടിട്ടില്ലായിരിക്കില്ലേ? വയറുവേദന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ എന്താ പറയുക? അതൊക്കെ നമുക്ക് അവിടെ എത്തുമ്പോൾ അങ്ങ് സെറ്റാക്കാന്നേ. എനിക്ക് വയറുവേദന കൂടുന്നു. ഒന്ന് ബാത്റൂമിൽ പോകണം. നീ ഒന്ന് അനുസരിക്കും. നമുക്കൊന്ന് വീട്ടിലേക്ക് പോവാടി. എന്നാ ഓക്കെ, ഞാൻ റെഡി. നടക്ക്. നമുക്ക് എന്തായാലും കരഞ്ഞോണ്ട് അമ്മയെന്ന് വിളിച്ചങ്ങ് കയറി ചെല്ലാടി. നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട കേട്ടോ, ഞാൻ കൂടെ ഉണ്ട്. നടക്ക് നടക്ക്, നിന്റെ കൂടെ ഞാനും ഉണ്ട്. അല്ലാതെ ഇപ്പം എന്ത് പറയാനാ? അടി കിട്ടുവാണേ അതങ്ങ് വാങ്ങിക്കാം.